എന്നാൽ ഈ പൂവേതാ? എനിക്കറിയാം. ഏതാ? ഷാമ്പു. കണ്ടിട്ട് എന്റെ അച്ഛൻ്റെ മുടി പോലെ ഇരിപ്പുണ്ടാ. എന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞോണ്ടല്ലോ. എടാ ഒന്ന് അടങ്ങടാ. നിനക്ക് അച്ഛനുണ്ടല്ലോ, നിന്റെ അച്ഛനെ വിളിക്കുന്നേ ആണോ? ആന്ന്. അപ്പൊ നീ സന്തോഷിക്കല്ലോ വേണ്ടേ അല്ലേ? അത് ശരിയാണല്ലേ. വിളിച്ചോ. സോറി. എന്നാലും ഈ പൂവേതാടാ? ഏപ്രിൽ ആകുമ്പോ കുറെ കാട്ടുപൂ ഉണ്ടാവും. അതിനിപ്പോ എന്തുവാ? ഏപ്രിലായ? നാളെ ഏപ്രിൽ 1. അപ്പൊ നാളെ ഏപ്രിൽ ഫൂളാ? അപ്പൊ ഇത് ഏപ്രിൽ പൂവ്. നാളെ 7:30 എണ്ണിക്കണം. എന്തിനാടാ? ഒരു പരിപാടി ഉണ്ട് മോനെ. എടാ കൊച്ചുമോനെ, നിന്റെ അഭിനയൊക്കെ കൊള്ളാം കേട്ടോ. എന്റെ മൊന്നു മോനെ, എന്തൊരാറ്റിങ്ങാടാ. കമലഹാസൻ വരെ തോറ്റു. എന്തുകൊണ്ടാ പ്ലാൻ? കുറച്ച് വെറൈറ്റിയാ. ശേഖരൻ ചേട്ടന്റെ വീടിന്റെ ഫ്രണ്ടില് ഒരു മനുഷ്യന്റെ പ്രതിമ ഉണ്ടാക്കിയിട്ട് തലയ്ക്കൊരു കയറിട്ടിട്ട് ആത്മഹത്യ ചെയ്ത പോലെ ഫ്രണ്ടിൽ കെട്ടി തൂക്കിയിടുന്നു. നിങ്ങൾ വെറൈറ്റി പിടിക്കേ. വെറൈറ്റി ആണോ? പിടിക്കാം. അതിനു മുമ്പേ ഒരു സാമ്പിൾ പിടിക്കട്ടെ. ഹലോടാ അഖിലേ. ഞാൻ മരിച്ചു പോയടാ. അയ്യോ ഡാ, എപ്പോഴായിരുന്നു? രാവിലെ. നീ അറിയിക്കൊണ്ടവരൊക്കെ. ഹലോ ഹലോ മണ്ടനത് വിശ്വസിച്ചടാ. അപ്പൊ ഞാൻ എല്ലാം പറഞ്ഞ പോലെ കൂടെ അമ്മാവ സമയം എത്രയെന്നറിയോ? മോന്റെ ഫോൺ ഉണ്ടല്ലോ. ഗുളിക കഴിക്കാൻ വേണ്ടി പറഞ്ഞു. ഈ പുള്ളി എന്തോ ചോടയത്. ഇയാള് നമ്മളെക്കാളും വലിയ ഉടായിപ്പോ. എന്നാലും അങ്ങനെ എന്തൊരു മനുഷ്യനാടാ. സത്യം ഞാനിങ്ങ് പേടിച്ചു. ഇതെന്തുവാ? ഹലോ എന്റെ രാഹുലെ, നീ എന്ത് പരിപാടിയാടാ കാണിച്ചേക്കുന്നേ? എടാ എന്തൊരു സ്റ്റോറിയാടാ ഇത്? നീ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലോടാ. അപ്പൊ നീ മരിച്ചു പോയാ ഞാൻ സ്റ്റോറി ഉണ്ടായോടാ. എടാ പൊന്നു മണ്ട. എടാ ഞാൻ മരിച്ചു പോയാ ഞാൻ എങ്ങനെയാടാ നിന്നെ വിളിക്കുന്നേ? ശരിയാ, മരിച്ചു കിടക്കുന്ന നീ ഇതിൽ എന്നെ വിളിക്കുന്നേ. നീ ആ മൂക്കി രണ്ടും പഞ്ഞി വെച്ച് റെസ്റ്റ് എടുക്കടാ. ഞാൻ വൈകിട്ട് കാണാൻ വരാം. എടാ സത്യമായിട്ട് ഞാൻ മരിച്ചിട്ടില്ല. ചുമ്മാ ഇരിക്കണേ. എടാ നീ ഇവനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ മരിച്ചിട്ടില്ലെന്ന്. ഹലോ, നീയും മരിച്ചോ? നിനക്ക് എന്താ ഏപ്രിൽ ഫുള്ളായിട്ട് പറ്റിക്കാൻ വിളിച്ചില്ലയോ? ഞങ്ങൾ ആരും മരിച്ചിട്ടില്ല. ചുമ്മാ മരമണ്ണേ ഇവനെ വിളിച്ച് പറ്റിക്കണ്ടായിരുന്നു. ഒരാവശ്യമില്ലായിരുന്നു. അയ്യോ പറ്റിച്ചായിരുന്നു. ഇപ്പൊ ഈ ഫ്ലെക്സ് ഞാനെന്തോ ചെയ്യും? ഐ ദേവിക്കുന്നതിന് മുമ്പ് ചത്താ മതി. ഇനിയിപ്പോ റീത്ത് ക്യാൻസൽ ചെയ്യണമല്ലോ. നെഞ്ചുവേനെ ഇവിടെ നിറയ്ക്കണം, കുടിക്കണം. സമയം എത്രയായിരുന്നു? സമയം 8:30. മരുന്ന് കഴിക്കാൻ മറന്നു. അയ്യോ നെഞ്ചുവേദന വന്നേ. ഹാർട്ട് അറ്റാക്ക്. എന്തുകൊണ്ടാ ചെയ്തേ? ഹലോ, പെട്ടെന്ന് ആ ചേരമുക്കിന്റെ അടുത്തോട്ടൊന്നോ. ആ ഓക്കെ. അയ്യോ ഹാർട്ട് അറ്റാക്ക്. അയ്യോ ഇയാളെ പെട്ടെന്ന് ആശുപത്രിയിൽ ഇങ്ങോട്ട് ഇറങ്ങിയോ? പോലീസാ? പിടിക്കേ. അയ്യോ എനിക്കിപ്പോ നെഞ്ചിന് വല്ല കുറവുണ്ട് കേട്ടോ. നമുക്ക് ആശുപത്രിയിൽ പോകാം. അത് ചെക്ക് ചെയ്തില്ല. ഇത് ഇടയ്ക്ക് വന്ന് കഴിഞ്ഞാൽ മോനെ അപകടം ഇതൊക്കെ. നെഞ്ചിന് കുറവുണ്ട്. ഡോർ തുറക്കും. അല്ല കുറവുണ്ട് എനിക്ക്. നമുക്ക് പോയിട്ട് വരാം. നമുക്ക് ചെക്ക് ചെയ്യണം. ഞാൻ എന്നാലേ വീട്ടിലിറങ്ങി. മോനെ നീ കൂടെ അവനെ ഒരു കൂട്ട് വേണം. അല്ലോ ഹോസ്പിറ്റലിലോട്ട് വണ്ടി എടുക്ക്.
സാറേ എനിക്ക് വീട്ടിൽ മണ്ണെണ്ണ മേടിക്കാൻ വേണ്ടി പോണെന്ന് ലാസ്റ്റ് ദിവസമാ. എനിക്ക് ഗോതമ്പ് മേടിക്കാൻ പോണു. ആശുപത്രി പോയില്ലെങ്കിലേ നിന്റെ അരി മണണ ഇപ്പം മടങ്ങും. എനിക്ക് വീട്ടിൽ പോകണം, അമ്മ വെച്ചിട്ടും കാണണം. ഹലോ, കച്ചാമണ്ടി ഹോസ്പിറ്റലല്ലേ? അവിടെ ICU റെഡിയാക്കി വെക്ക്, ഒരു എമർജൻസി ഉണ്ട്. വീട്ടിലെ ആൾക്കാരെല്ലാം വിളിച്ചാൽ പറയാം. നമ്പര് വാ. അച്ഛനും അമ്മയ്ക്ക് ഫോണില്ല. എന്നാ അടുത്തുള്ള വീട്ടുകാരൻ നമ്പര് വാ. ഇവിടെ ഈ വെള്ളിയിൽ എന്തോ ഇവന്മാര് കോലൊക്കെ കെട്ടിയിട്ടേക്കുന്നേ. സാറേ അതൊക്കെ ഇന്ന് ഏപ്രിൽ ഫൂൾ അല്ലേ, അതിന് പിള്ളേർ കാണിച്ചു വെച്ചേക്കുന്ന പരിപാടിയാ. എടാ തുറന്നു പറയണല്ലോ. ഇങ്ങനെയുള്ളവന്മാരെ എന്റെ കൈ കെട്ടിയതുണ്ട്, നട്ടല് പിടിച്ചാ സൂപ്പാക്കിയന്. ഓരോരോ പണി ഉണ്ടാക്കാൻ രാവിലെ. പറയല്ലേ, കൊന്നു കളയും. സാറേ ഈ ഏപ്രിൽ ഫൂൾ ഒക്കെ ചെയ്യുന്ന പിള്ളേരോട് ക്ഷമിച്ചൂടാ സാറേ, പാവങ്ങളല്ലേ സാറേ. ഇങ്ങനെയുള്ളവന്മാരോട് ക്ഷമിക്കാനോ? എന്റെ കൈ കെട്ടിയോണ്ടല്ലോ നട്ടലടിച്ച് സൂപ്പാക്കി ഇങ്ങനെ ചവിട്ടിക്കൊണ്ട് ഞാൻ. അയ്യോ എനിക്ക് നെഞ്ചുവേദന. എടാ പറയടാ. എടാ നീ ശരിക്കും ചത്തോടാ? തീ മഴ പെയ്യുമ്പോൾ അന്ന് വെച്ചിട്ട് പോടാ പുല്ലേ. തീ മഴയോ? അതെന്താ പെട്ടെന്നറിയോ? മോനെ എന്തോ എന്താണ് ഇവിടെ ഇരിക്കുന്നേ? മാമ തീമഴ പെയ്യുന്നു, തീമഴ. ആര് പറഞ്ഞു മോനെ? എന്റെ കൂട്ടുകാരൻ. ഞാൻ വെയിറ്റ് ചെയ്യുവാ തീമഴ പെയ്യുന്ന. ഡോക്ടർ ഇതിന് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമുണ്ടോ ഇല്ലയോ എന്ന് ഞാനാ തീരുമാനിക്കുന്നത്. എനിക്കിപ്പോ നല്ല ശ്വാസം വലിച്ചുവിടാ. ഹലോ, ഇവിടെ തീമഴയൊന്നും പെയ്യുന്നില്ല കേട്ടോ. ഞാൻ കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്ത് വെളി നിൽക്കുക. ഒലക്ക വെച്ചിട്ട് പോടാ. ഇനി ഒലക്ക മഴയാണോ? എന്തായാലും വെയിറ്റ് ചെയ്യാം. ടൂ ഡേഞ്ചറസ്. സർജറി വേണം, എമർജൻസി ആയിട്ട് സർജറി വേണം. ഓപ്പറേഷൻ ചെയ്തേ പറ്റൂ. ഓപ്പറേഷൻ ചെയ്യണം. ചെയ്തോ ഡോക്ടറെ, പൈസ കിട്ടോളാം. ഒരു ചെറുപ്പക്കാരന്റെ ജീവനാ, രക്ഷിക്കണം. ചെയ്തോ. ആദ്യമേ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യമേ ഹാർട്ട് എടുത്ത് വെളി വെക്കാം. അത് കഴിഞ്ഞിട്ട് അവരെ കിഡ്നി എടുത്ത് വെക്കാം. ചെറുകുടലും വൻകുടലും എല്ലാം എടുത്ത് വെളിയിലുണ്ട്. ഓപ്പറേഷൻ ചെയ്യേണ്ടവനെന്തി? ഇപ്പൊ എന്റെ കുടലും മിണ്ടെല്ലാം പോയനെ. ഇനി പ്രാങ്കൊന്നും വേണ്ട കേട്ടോ. നീക്ക് എന്നെ പറ്റിക്കുവായിരുന്നു അല്ലോടാ. സാറേ അമ്മേ വീട്ടിലേക്ക് ഒരു ഒലക്ക വേണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? ഒലക്ക മഴ പെയ്യാൻ പോ. ഞാൻ പറഞ്ഞ കൊണ്ടുവന്നൊക്കെ കേട്ടോ. ഇതെന്താ പെയ്യാത്ത? നിന്നെയൊക്കെ ഞാൻ ഡോക്ടറും പറഞ്ഞ് നിങ്ങളെ പറ്റിച്ചെന്ന് പറയാം കേട്ടോ. ഓ ഇനി ആൾക്കാരെ പറ്റിക്കാൻ മിന്നെ കടന്നവൻ. ഞാനില്ല ഇനി ഈ പരിപാടിക്ക്. എഴുതിയരാ വീട്ടിൽ പോവാ. എന്നാ നീ ഇവിടെ കിടന്നു, ഞാനിനി നോക്കാൻ പറ്റത്തില്ലേ. രാവിലെ ഒന്ന് പറ്റിക്കാൻ നോക്കി, നടന്നില്ല. ഇനി അത് നടക്കത്തുമില്ല. ഇനി എന്നെ പറ്റിക്കാൻ നോക്കുന്നു. ഒടുവിലെ യാത്രയ്ക്കായി പ്രിയജനമേ ഞാൻ പോകുന്നു. രാവിലെ നീ രാവിലെ കെട്ടിയ ഫ്ലെക്സ് അവിടെ ഉണ്ടോ? അഴിക്കണ്ട, ആവശ്യമുണ്ട്.